Hello my dear friends, welcome to Cypro. Kerala PSC പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ സ്കെയിൽ ഓഫ് പേ നന്നായിട്ടുണ്ട്. ഒരു 51 തൊട്ട് അല്ലേ 51,000 തൊട്ട് ഒരു 1 lakh റേഞ്ചിലാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. വേക്കൻസി 6 ആണ് ഇപ്പം നിലവിലുള്ളത്. അത് ചിലപ്പോൾ ഇരട്ടിയാകാനും അല്ലേ നന്നായിട്ട് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം മിക്കപ്പോഴും PSC വിളിക്കുന്നതിൽ ആളെ എടുക്കുമ്പോഴത്തേക്കും എപ്പോഴും അതിൻ്റെ ഡബിളൊക്കെ വരാറുണ്ട്. ഓക്കെ, റീസെൻ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒക്കെ ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് അല്ലേ കൂടുതൽ ആളുകളെ എടുത്തിട്ടുണ്ട്. അതായത് നമ്പർ ഓഫ് വേക്കൻസിനേക്കാളും കൂടുതൽ ആൾക്കാർക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്ററൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ, ജോബിന് അവർ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജാനുവരി 1 ആണ്. സമയമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ എന്നുള്ള പോസ്റ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. 36 അല്ല 38 വരെ. അതുപോലെ തന്നെ ഏജ് റിലാക്സേഷനുള്ള കാറ്റഗറീസ് ഒക്കെ ഉണ്ടല്ലോ, SC ST, അതുപോലെ തന്നെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനൊക്കെ 5, അതുപോലെ തന്നെ 3 ഇയർ ഒക്കെ ഉണ്ടല്ലോ. അത് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കാര്യങ്ങൾ. അതനുസരിച്ച് അപ്പോൾ ചിലവർക്ക് എന്താ 36 എന്നൊക്കെ വിചാരിച്ചിരിക്കും, 38 വരെ ഉണ്ട്. പിന്നെ ക്വാളിഫിക്കേഷൻ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം? MSc മൈക്രോബയോളജിക്കാർക്ക് അപ്ലൈ ചെയ്യാം, MSc ബയോ കെമിസ്ട്രിക്കാർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഏതാണ് നമ്മുടെ MSc ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. ഈ 3 പേർക്കാണ് അപ്ലൈ ചെയ്യാവുന്നത്. പിന്നെ ഇവിടെ ഒരു ലിങ്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ PSCയുടെ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷനിൽ വെച്ചേക്കുന്നത് അപ്ലൈഡ് മൈക്രോബയോളജിക്കാർക്കും അതുപോലെ തന്നെ മെഡിക്കൽ ബയോകെമിസ്ട്രിക്കാർക്കും അപ്ലൈ ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ മെഡിക്കൽ മൈക്രോബയോളജിക്കാർക്കും ചിലപ്പോൾ അപ്ലൈ ചെയ്യാം. കാരണം മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ ആണല്ലോ. നിങ്ങൾ മൈക്രോബയോളജി ആയിട്ട് ഇക്വലൻസി കിട്ടുമോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. മിക്കവാറും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാം, എക്സാമിനേഷൻ എഴുതാം, അതും പ്രശ്നമില്ലെന്ന് തോന്നുന്നു. അത് നിങ്ങളൊന്ന് PSC ഓഫീസിൽ കോൺടാക്ട് ചെയ്ത് ഒന്ന് അന്വേഷിക്കുക. അത് വെച്ചിട്ടില്ല മെഡിക്കൽ മൈക്രോബയോളജി എന്നുള്ളത്. മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ. മെഡിക്കൽ മൈക്രോബയോളജി അത് നിങ്ങളൊന്ന് അന്വേഷിക്കുക അതിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇത് ലിങ്ക് ചിലപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ടാവില്ല, 1-2 ദിവസത്തിനുള്ളിൽ അത് ഓക്കെ ആകും. ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? ജാനുവരി ആണ്. സമയമുണ്ട്. സൈപ്രോ ജൂനിയർ സയൻറ്റിഫിക് ഓഫീസർ ക്ലാസ്സുകൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഡിസംബർ 2 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സൈപ്രോയുടെ പ്രത്യേകതകൾ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലേ, നിങ്ങൾക്ക് അറിയാം. കാരണം നമ്മൾ സയൻസ് ഫീൽഡ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ സാധാരണ പോലെ ഇപ്പം നമ്മുടെ കേരള PSCയുടെ LDC അല്ലേ, അങ്ങനെയുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, അങ്ങനെയുള്ള നമ്മൾ ജനറൽ PSC ഒന്നും ആ രീതിയിലുള്ള സബ്ജക്റ്റുകളൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഇതിൽ തന്നെ നമ്മുടെ സയൻസ് ഫീൽഡിൽ തന്നെ ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്ലാസ്സുകളും ഒത്തിരി പ്രത്യേകതയുള്ളതായിരിക്കും. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് കിട്ടണം അല്ലേ. എങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്ന കാര്യങ്ങളെല്ലാം അറിയാം നമുക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റ് സീരീസൊക്കെ ഉണ്ടാവും. അതും ഫുള്ള് ഓരോ ഏരിയയിൽ നിന്നുള്ള വേർഡ് ബൈ വേർഡ് ആയിട്ടുള്ള ഫുൾ ടെസ്റ്റ് സീരീസും നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഒപ്പം അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 9048900045 എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ക്ലാസ്സിന് ജോയിൻ ചെയ്യാനായിട്ട് നാളെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ സൈപ്രോയുടെ റീസെൻറ്റ് റിസൾട്ടൊക്കെ നിങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെയൊക്കെ. അതുപോലെ തന്നെ മൈക്രോബയോളജിയുടെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടില്ല, അതിനും കുറേ പേരുണ്ടാവും. ഓക്കെ, അപ്പോൾ ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് 9048900045 കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് പഠിക്കാം. എപ്പോഴും മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ എക്സാമിനേഷൻ എപ്പോഴും കുറച്ച് ഒരു ടഫായിട്ടുള്ള എക്സാമിനേഷൻ ആയിരിക്കും. ഇത് 1ാമത്തെ MSc ആണ്. 3 ഫീൽഡിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കുറച്ച് ടഫായിരിക്കും. നേരത്തേക്ക് എപ്പോഴും നടക്കുന്നതിൽ ഒരു 55-60 ആ റേഞ്ച് ആയിരിക്കും എപ്പോഴും ഒരു ഹയർ ലെവൽ റാങ്ക് ലിസ്റ്റ് മിക്കപ്പോഴും വരുന്നത് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, സൈപ്രോയോടൊപ്പം പഠിക്കുക. താങ്ക് യു.